Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. കാട്ടാനകൾ തകർത്തത് ഹരീഷ് എന്ന യുവ കർഷകന്റെ സ്വപ്നങ്ങൾ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വെണ്ടേക്കംപൊയിൽ സ്വദേശിയായ ഹരീഷിന്റെ 10ാം ബ്ലോക്കിലുള്ള കൃഷിയിടത്തിലാണ് കാട്ടാനകൾ വ്യാപകമായി നേന്ത്രവാഴകൾ നശിപ്പിച്ചത്. 2 ആഴ്ചക്കുള്ളിൽ നശിപ്പിച്ചത് കുലച്ചതും കുലക്കാറുമായതുമായ 500 വാഴകൾ. 10ാം ബ്ലോക്കിൽ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷി ചെയ്ത 2000 നേന്ത്രവാഴകളിൽ 500ഓളം വാഴകളാണ് കാട്ടാനകൾ ചവിട്ടി നശിപ്പിച്ചത്. നേന്ത്രവാഴകൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ 50,000-ഓളം രൂപ ചെലവഴിച്ച് വാഴത്തോട്ടത്തിൽ സ്ഥാപിച്ച സോളാർ വൈദ്യുത വേലിയും കാട്ടാന തകർത്തു. വാഴത്തോട്ടത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡ് ആന തകർത്തതോടെ പാറപ്പുറത്ത് താൽക്കാലിക ഷെഡ് നിർമ്മിച്ചിരിക്കുകയാണ്. നിലവിലെ നേന്ത്രക്കായുടെ വില വെച്ച് 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 10 മുതൽ 20 കിലോ വരെ തൂക്കം ലഭിക്കേണ്ട വാഴക്കുലകളാണ് നഷ്ടമായത്. സഹകരണ ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ വായ്പ എടുത്തതിനു പുറമെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും വായ്പ വാങ്ങിയുമാണ് കൃഷി നടത്തുന്നതെന്ന് ഹരീഷ് പറഞ്ഞു. വാഴയ്ക്ക് 6 പ്രാവശ്യം വളപ്രയോഗം നടത്തണം. കൂടാതെ ജലസേചനവും വേണം. ഒറ്റയ്ക്ക് പണി നടത്താൻ കഴിയാത്തതിനാൽ 2 തൊഴിലാളികളുമുണ്ട്. അതിനാൽ തന്നെ കൃഷിക്കായി വലിയ തുക ഇതിനകം ചിലവാക്കി കഴിഞ്ഞു. ഏപ്രിൽ മാസത്തോടെ വാഴക്കുലകൾ വെട്ടിവിൽക്കാൻ കഴിയുമായിരുന്നു. ഇതിനിടയിലാണ് കാട്ടാനകൾ വാഴത്തോട്ടത്തിലേക്ക് എത്തിയത്. വനംവകുപ്പ് ഒരു വാഴയ്ക്ക് പരമാവധി നഷ്ടപരിഹാരമായി നൽകുന്നത് 87 രൂപ മാത്രമാണ്. കടങ്ങൾ എങ്ങനെ വീട്ടുമെന്ന് ഈ യുവ കർഷകൻ ചോദിക്കുമ്പോൾ അതിന് മാത്രം മറുപടിയില്ല. 12,000 വനമേഖലയിൽ നിന്നുമാണ് കാട്ടാനകൾ എത്തുന്നത്. ഒരു വാഴയ്ക്ക് 20 രൂപ പാട്ടമായി സ്ഥലമുടമയ്ക്ക് നൽകണം. വിവരമറിയിച്ചാൽ വനപാലകർ എത്താറുണ്ട്. പടക്കം പൊട്ടിച്ച ശേഷം അവർ മടങ്ങും. മണിക്കൂറുകൾക്കുള്ളിൽ കാട്ടാനകൾ വീണ്ടും എത്തി കൃഷി നശിപ്പിക്കും. ജീവിക്കാൻ വേണ്ടി പകൽ വിയർപ്പൊഴുക്കിയും രാത്രി കാവൽ കിടന്നു നോക്കുന്ന വാഴകളാണ് കാട്ടാനകളും കാട്ടുപന്നികളുമെല്ലാം നശിപ്പിക്കുന്നതെന്നും ഹരീഷ് പറഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ അതിർത്തി ഗ്രാമമായ 10ാം ബ്ലോക്കിലാണ്. ഇവിടെ ഒരു സങ്കടത്തിന്റെ കഥ പറയാനാണ് നമ്മൾ നിൽക്കുന്നത്. തന്റെ ജീവിതം കൃഷിയിലൂടെ കരുപ്പിടിപ്പിക്കുന്ന യുവ കർഷകനായ ഹരീഷ് വെച്ച 2000 വാഴകളിൽ 500-ലേറെ വാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെ കടം വീടും എന്ന ചോദ്യത്തിനു മുമ്പിൽ ഹരീഷ് പകച്ചു നിൽക്കുകയാണ്. എൻ്റെ പേര് ഹരീഷ് എന്നാണ്. വെണ്ടേക്കംപൊയിലാണ് സ്ഥലം. ഒരു 10ാം ബ്ലോക്കിൽ കുറച്ച് വാഴ വെച്ചിട്ടുണ്ട്. 2000 വാഴത്തോളം വെച്ചിട്ടുണ്ട്. അതിൽ ആന ഇറങ്ങിയിട്ട് ഒരു 10-15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ആനകൾ വരും, നശിപ്പിക്കുകയാണ്. കുറച്ച് പൈസ കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്താണ്. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ആന ഇറങ്ങും. ഒരു 500 വാഴയുടെ അടുത്ത് ഏകദേശം എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഏകദേശം എനിക്ക് 4 ലക്ഷം രൂപ എനിക്ക് ഈ തോട്ടത്തിന് ചിലവായിട്ടുണ്ട്. ഒരുപാട് പൈസ നഷ്ടങ്ങളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാരെ വിളിച്ച് പറയും, അവരിടയ്ക്ക് വരും, വന്ന് നോക്കി പോകും. കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊട്ടിക്കാൻ പറയും. വേറെ നടപടിയും കാര്യങ്ങളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് സോളാർ ഇട്ടിട്ടുണ്ട്, സോളാർ പൊട്ടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ്, ഭയങ്കര വിഷമത്തിനും കാര്യത്തിലാണ് ഉള്ളത്. ഇത് ഹരീഷിന്റെ മാത്രം പ്രശ്നമല്ല. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിൽ കൃഷികൾ കാട്ടാനകൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. കർഷകന്റെ വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചാൽ കർഷകന് ലഭിക്കുന്നത് നാമമാത്രമായ നഷ്ടപരിഹാരവും. കാട്ടാനകളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടുന്നതിന് വനംവകുപ്പ് നടപടിയെടുത്തില്ലെങ്കിൽ കർഷകർക്ക് കൃഷിയിടം കാലിയാക്കിയിടേണ്ട അവസ്ഥ വരും. കായ്ഫലമുള്ള തെങ്ങുകൾ, ടാപ്പിംഗ് നടത്തുന്ന റബ്ബർ മരങ്ങൾ, കായ്ഫലമുള്ള കമുങ്ങുകൾ ഉൾപ്പെടെ കാട്ടാനകൾ നശിപ്പിക്കുകയാണ്. വന്യജീവി സംരക്ഷണം അനിവാര്യമാണ്. എന്നാൽ കർഷകന് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടാനും പാടില്ല. കൃഷിനാശം സംഭവിക്കുമ്പോൾ നിലവിലെ മാർക്കറ്റ് വിലയ്ക്ക് ആനുപാതികമായ നഷ്ടപരിഹാരം കാലതാമസമില്ലാതെ കർഷകർക്ക് നൽകാനും നടപടി വേണം. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.